രാജ്യം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്ന് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, അവർ വീട്ടിലിരിക്കേണ്ടവരാണ് എന്ന് ബീഹാറിലെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി പറഞ്ഞു. ഈ വിവാദ പ്രസ്താവന പെൺകുട്ടികൾ തെരുവിലിറങ്ങുന്നത് നല്ലതല്ലെന്നും അവർ വീട്ടിലിരിക്കുന്നതാണ് ഭംഗിയെന്നുമാണ് മന്ത്രിയുടെ വിചിത്രമായ വാദം. ബീഹാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതുറന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ നയിക്കേണ്ട മന്ത്രിയിൽ നിന്ന് തന്നെ ഇത്തരമൊരു പരാമർശം ഉണ്ടായത് ബീഹാറിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി അങ്ങേറ്റം പിന്തിരിപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രസ്താവന നടത്തിയത്. പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം എന്താണെന്നുമാണ് അദ്ദേഹം പരസ്യമായി ചോദിച്ചത്. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത? പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം? നമ്മുടെ വീടുകളിലെ പെൺമക്കളാണ് നമ്മുടെ ശക്തിയും സമൃദ്ധിയുടെ അടിത്തറയും. നരേന്ദ്രമോദിജി സ്ത്രീ ശാക്തീകരണത്തിനായി നിലകൊള്ളുവാൻ പെൺമക്കൾ എന്തിനാണ് തെരുവിലിറങ്ങുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? പെൺകുട്ടികൾ തെരുവിലിറങ്ങുന്നത് നല്ലതല്ലെന്നും അവർ വീട്ടിലിരിക്കുന്നതാണ് ഭംഗിയെന്നുമാണ് മന്ത്രി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ മൗലികാവകാശമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവകാശമൊക്കെ താനേ വന്നു ചേരുമെന്ന നിസ്സാരവൽക്കരിച്ചുള്ള മറുപടിയാണ് മന്ത്രിയിൽ നിന്നുണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരുന്ന് ഭരണഘടനാ വിരുദ്ധമായ ഇത്തരമൊരു നിലപാട് മന്ത്രി സ്വീകരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രസ്താവന വെറുമൊരു നാക്കുപിഴയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനോഭാവമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള മന്ത്രിയുടെ വാക്കുകൾ കേവലം രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ബീഹാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പിന്തിരിപ്പൻ ചിന്താഗതിക്കെതിരെ സാധാരണക്കാരും സാമൂഹിക പ്രവർത്തകരും ഒരുപോലെ രംഗത്ത് വന്നിരിക്കുകയാണ്. സാക്ഷരതാ നിരക്കിൽ രാജ്യം ഇപ്പോഴും പിന്നിൽ നിൽക്കുന്ന ബീഹാറിൽ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളെ വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചയക്കാനാണോ സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് ഒരു എക്സ് ഉപഭോക്താവ് ചോദിച്ചു. ഇന്ത്യയെ നശിപ്പിക്കാൻ പാകിസ്ഥാനോ ചൈനയോ പോലെയുള്ള പുറത്തുള്ള ശത്രുക്കളുടെ ആവശ്യമില്ലെന്നും സ്ത്രീ ശാക്തീകരണത്തിന് പറ്റിയ പാർട്ടിയെയും നേതാവിനെയുമാണ് ബീഹാർ തെരഞ്ഞെടുത്തതെന്നുമുള്ള പരിഹാസം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിദ്യാഭ്യാസത്തിനെതിരെ സംസാരിക്കുന്നത് വിരോധാഭാസമാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനുകൾ ഇതിനോടകം തന്നെ ഇന്റർനെറ്റിൽ സജീവമായി കഴിഞ്ഞു. ഭരണകക്ഷിയായ NDA മുന്നണിക്ക് ഈ പരാമർശം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരായ പെൺകുട്ടികളുടെ പഠിക്കാനുള്ള സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ഇത്തരം പ്രസ്താവനകളെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ബീഹാറിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അമരത്തിരുന്ന് മിഥിലേഷ് തിവാരി ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഭാവിക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിൽ പെൺകുട്ടികൾ സ്കൂളിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവർക്ക് പഠനം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ബേഠി ബച്ചാവോ ബേഠി പഠാവോ പോലെയുള്ള പദ്ധതികൾക്കായി കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഭരണകക്ഷിയായ BJPയുടെ ബീഹാറിലെ മന്ത്രി തന്നെ പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കുന്നത്. ഈ വൈരുദ്ധ്യം ദേശീയ തലത്തിൽ തന്നെ BJPയെയും NDAയെയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.